നിങ്ങൾ വി ഡി സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു. ശരിയല്ല. എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ വി ഡി സാവർക്കറെ നിങ്ങളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു. ഞങ്ങൾ പഠിപ്പിക്കും. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ഡോക്ടർ ഹെഡ്ഗേവാർ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു. കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം. നിങ്ങൾ എന്താണ് നിങ്ങളൊരു ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ ഈ വാർത്തകൾ, ഞാൻ പറയട്ടെ, ഈ വാർത്തകളൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് സാധാരണഗതി എന്നെ ഒരുപാട് പത്രക്കാർ ചോദിച്ചു. അവരാരും കൊടുത്തത് ഞാൻ വിചാരിക്കുന്നില്ല. എന്നെ വിളിച്ച് ഈ കാര്യങ്ങൾ ചോദിച്ചു, പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങൾ. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ ഞാൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, CKP ഇല്ല, VM ഇല്ല, രാംപിള്ള സാറില്ല, രാജേട്ടനില്ല. ഇതൊന്നും നിങ്ങൾക്ക് ചോദ്യമല്ല. ഇപ്പം എന്നെ എവിടെ കാണുമ്പോഴും നിങ്ങൾ ചോദിക്കുന്നത് ഇല്ല. വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും നിങ്ങൾ ഒരുമിച്ച് കെട്ടണ്ട. അങ്ങനെ നിങ്ങളങ്ങനെ ചില ആളുകളെ ചേർത്ത് പിടിക്കണ്ട. വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും കെ സുരേന്ദ്രനും കൃഷ്ണദാസും കുമ്മനും ഒക്കെ അങ്ങനെ ചേർത്ത് ചോദിക്കുക. അല്ലാതെ ഞാനും വി മുരളീധരനും മാത്രം അതൊന്നുമില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ നേതൃയോഗം അല്ല ഇന്നലെ നടന്നത് ജില്ലാ പ്രസിഡന്റുമാരുടെയും പ്രഭാരിമാരുടെയും ഒരു അവലോകന യോഗമാണ്. ആ യോഗത്തിൽ മുൻ പ്രസിഡന്റുമാർ പങ്കെടുക്കേണ്ടതില്ല. നിങ്ങൾ വെറുതെ ഈ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ? ഞാൻ പറഞ്ഞല്ല, BJP CPM പോലെയോ കോൺഗ്രസ് പോലെയോ അല്ല. ഞങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഞങ്ങളത് പറയേണ്ട സ്ഥലത്ത് പറയും. അല്ലാതെ യോഗം ബഹിഷ്കരിക്കുക എന്നിട്ട് മാധ്യമങ്ങളിൽ അത് പറയുക, അത് ഞങ്ങൾക്കില്ല. കഴിഞ്ഞ 5 കൊല്ലം നിങ്ങൾ എന്നെ ശരിയായ നിലയിൽ സഹായിച്ചു. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി കുട്ടൻ നായരോട് പ്രത്യേകിച്ചും ഞാൻ അറിയിക്കുകയാണ്. ശരി. അല്ലല്ല, സഹായങ്ങൾക്ക് വലിയ നന്ദിയുണ്ട്, എപ്പോഴും ഓർമ്മിക്കണം. ശരി, നമുക്ക് വെറുതെ ഗൗരവമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് LDF കൺവീനർക്ക് അവിടെ വല്ല അധികാരമുണ്ടോ? എൻ്റെ അടുത്ത സുഹൃത്തും വളരെ വേണ്ടപ്പെട്ട ആളാണ് TP രാമകൃഷ്ണൻ, നല്ല മനുഷ്യനാണ്. അയാൾ ആരെങ്കിലും മൈൻഡ് ചെയ്യുന്നുണ്ടോ? LDF കൺവീനർ ഇത് ഏഷ്യാനെറ്റിലൂടെയോ മനോരമയിലൂടെയോ നിങ്ങളുടെ റിപ്പോർട്ടറിലൂടെയോ അറിഞ്ഞതാണ്. LDF കൺവീനർ പോയിട്ട് CPM സംസ്ഥാന സെക്രട്ടറി അറിഞ്ഞിട്ടില്ല. ഇനി അതൊക്കെ നിങ്ങൾ ഇവിടെ MA ബേബി അറിഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെക്കൊണ്ട് ഈ പരിഹസിപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ചോദിക്കണോ? CPM-ൽ ഇതാരും അറിഞ്ഞിട്ടില്ല. എവിടെ അറിഞ്ഞ്? അല്ലേ, അപ്പോൾ ഈ വ്യവസ്ഥ പഠിക്കാതെയാണോ ഇത്രയും കാലം സമരം ചെയ്ത്? ഇന്നലെ ഞാൻ പറയട്ടെ, ശിവൻകുട്ടി ഇന്നലെ എല്ലാം എടുത്തിട്ട് കൊടുത്തു. ഇല്ലെന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതുവരെ വായിച്ചു നോക്കാതെയല്ല ഇത്രയും കാലം സമരം ചെയ്ത്. അതുകൊണ്ട് LDF പൊളിഞ്ഞ് പാപ്പരായില്ലേ? ആശയ പാപ്പരത്വത്തിൻ്റെ ആ ഉത്തുംഗ ശൃംഗത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പൊളിഞ്ഞ് പാപ്പര. പിണറായി വിജയനും ശിവൻകുട്ടി അല്ലാതെ വേറെ ആരും അറിയും? വേറെ ആരും അറിയില്ല. MA ബേബി അറിയില്ല. പാവം പുള്ളിക്ക് എന്താ പ്രശ്നം? CPM-ൻ്റെ അഖിലേന്ത്യാ പാർട്ടി നടക്കണമെങ്കിൽ ഇവിടെ പിണറായി വിജയൻ്റെ സഹായം വേണം. നിങ്ങൾക്കറിയുന്നല്ലേ? അതുകൊണ്ട് അതൊന്നും പറയണ്ട. അതെല്ലാം ഇവിടെ രാജഭരണമാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അല്ലെങ്കിൽ എപ്പോഴാണ് നോക്കൂത്തിയല്ലാത്തത്? കഴിഞ്ഞ ആഴ്ച MA ബേബി ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. 5 മിനിറ്റിൽ തിരുത്തി പറയേണ്ടി വന്നു. ഉഗ്രശാസനം വന്നു. ഇവിടെ ജനാധിപത്യ ഭരണമല്ല, ഇവിടെ രാജഭരണമാണ്. അത് നമ്മൾ മറക്കരുത്. നമ്മൾക്കെന്താ, നിങ്ങളുടെ കരാറല്ല ദീപക്, ഇത് രാജ്യത്തിൻ്റെ കരാറാണ്. അല്ല, ഞങ്ങൾക്ക് എന്ത് കരാറ്? ഞങ്ങളെ പാർട്ടിക്കാർ നടത്തുന്ന കരാറാണോ? ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാവുമല്ലോ. നിങ്ങൾ വി ഡി സാവർക്കർ രാജ്യദ്രോഹി എന്ന് പറയുന്നു. ശരിയല്ല. എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ വി ഡി സാവർക്കറെ നിങ്ങളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു. ഞങ്ങൾ പഠിപ്പിക്കും. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ഡോക്ടർ ഹെഡ്ഗേവാർ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു. കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം. നിങ്ങളെന്ത് വിചാരിച്ച് ഈ നെഹ്റുവിൻ്റെയും പിന്നെ ഇന്ദിരാഗാന്ധിയുടെയും മാത്രം ചരിത്രം പഠിച്ചാൽ മതി എന്നാണോ? കാര്യങ്ങളെല്ലാം ശരിയായ നിലയിൽ പഠിക്കണം. അതിനുള്ള സംവിധാനങ്ങളുണ്ടാവും. ഇഷ്ടമില്ലാത്തതിൽ പഠിക്കണ്ട, വളച്ചൊടിക്കില്ല. ശരിയായ ചരിത്രം കുട്ടികളെ പഠിപ്പിക്കണം. അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. അതിനല്ലേ ഞങ്ങൾക്ക് ഇത്രയും മാൻഡേറ്റ് തന്നിരിക്കുന്നത്. ഞങ്ങൾ താഴെ ഇറക്കിക്കോളൂ, ദേശീയ വിദ്യാഭ്യാസ നയം മാറ്റിക്കോളൂ. നിങ്ങൾ ആലോചിക്കൂടെ എത്ര വിദ്യാഭ്യാസ കമ്മീഷനുകൾ വന്നു? ഇല്ല, പരിഹസിച്ചില്ല. അത് ദീപക് വൈകി വന്നോണ്ടാ. ഞാൻ എന്തെങ്കിലും പരിഹസിച്ചോ? ഞാൻ പറഞ്ഞ ഒറ്റ പോയിൻ്റേ ഉള്ളൂ. 4 കൊല്ലം ഇത് തടഞ്ഞു വെച്ചത് തെറ്റായിപ്പോയി എന്നും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരിഹസിച്ചില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം പറഞ്ഞത്.
ടി പി രാമകൃഷ്ണൻ എന്താ അങ്ങനെ പറഞ്ഞത്, പിന്നെ യമകണ്ഠ കാലമാണെന്ന് ഗോവിന്ദ മാഷ് അതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്. എനിക്കതിലൊന്നും ഒരു അഭിപ്രായമില്ല. നിങ്ങൾ എന്ത് വേണേ ആയിക്കോളൂ. ശരി, താങ്ക് യു.